നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പെരട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റോളം നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സമയത്തിനുള്ളിൽ നമുക്ക് സവാള, ഒരു മീഡിയം സൈസ് ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ 2 തക്കാളിയും കൂടെ നമ്മൾ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഒതുക്കി അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവാള ഇട്ട് കൊടുത്തത്. സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ. ആ പച്ച ചുവന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റി വരുമ്പോഴേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുത്തത്. കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ തക്കാളി, 2 തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വേവായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ ചെമ്മീൻ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് മല്ലിയിലയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.